തൃശൂർ മാള കൂഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാ ദിന പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് എതിർപ്പിനിടയാക്കിയത്. പരിപാടിയിൽ നിന്നും RSS നേതാവിനെ ഇറക്കിവിട്ടു. പോലീസ് എത്തി പരിപാടിക്കുള്ള അനുമതിയും നിഷേധിച്ചു. ലെവിൻ കെ വിജയനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, അവിടെ എന്താണ് സംഭവിച്ചത്? ഒടുവിൽ ആ പരിപാടി പോലും ഉപേക്ഷിക്കപ്പെട്ടു അല്ലേ? സേതു, അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ 21 ഇന്നലെ വൈകിട്ട് 3:30 ഈ മാള കുഴൂരിൽ NSS കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബ വിവാദം ഉണ്ടാകുന്നത്. NSS അനുഭാവികളായിട്ടുള്ള NSS സമുദായാംഗങ്ങളായിട്ടുള്ള ആളുകൾ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം വെക്കുകയും അതിൽ പൂമാല ഇടുകയും ആ പരിപാടിയിൽ അത്തരത്തിൽ വിവാദമായ പശ്ചാത്തലത്തിൽ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുകയും ചെയ്തതിനെതിരെയാണ് വലിയ എതിർപ്പുമായി സമുദായ നേതാക്കൾക്കെതിരെ അടക്കം സമുദായ അംഗങ്ങൾ ഒന്നിച്ചു വരികയും BJPയുടെയും RSSന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി NSS കരയോഗത്തെ മാറ്റരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധവും ബഹളവും ഉണ്ടാവുകയായിരുന്നു. ഈ പരിപാടിയിൽ സംസാരിച്ച് യോഗാ സന്ദേശം നൽകാൻ നിയോഗിക്കപ്പെട്ടത് KC നടേശൻ എന്ന RSS നേതാവാണ്. തൃശൂർ ജില്ലയിലെ സാമാജിക സമരസ ജില്ലാ സംയോജകൻ എന്ന പദവിയിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെയും വ്യാപകമായ പ്രതിഷേധമുണ്ടായി. പരിപാടിയിൽ നിന്നും പ്രസംഗിക്കുന്നതിനടക്കം ആളുകൾ എതിർപ്പുമായി എത്തി. പിന്നാലെ മാള പോലീസും സ്ഥലത്തെത്തുകയും ഈ പരിപാടി നടത്താൻ അനുമതി നിഷേധിക്കുകയുമായിരുന്നു. ഈ പരിപാടി അങ്ങനെ തടസ്സപ്പെടുകയും ഈ ഭാരതാംബ വിവാദത്തെ തുടർന്ന് ഇനിയുള്ള NSS പരിപാടികളിൽ ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കരുതെന്ന ഒരു കൂട്ടം ആളുകളുടെ നിലപാടെടുത്തതിനെ തുടർന്ന് ഈ പരിപാടി തടസ്സപ്പെടുകയും തുടർന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണമെന്നും പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു. ലെവിൻ, വ്യക്തമാണ്. അങ്ങനെ ഒരിടത്ത് സംസ്ഥാനം ഒട്ടാകെ ഭാരതാംബ വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാവശ്യമായി ഓരോരോ വിവാദങ്ങൾ ചില ആളുകൾ ചേർന്ന് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. അതാണ് ഇപ്പോൾ തൃശൂർ മാള കൂഴൂരിലും നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.